കോട്ടയം മാണിക്കുന്നത്ത് യുവാവിനെ കുത്തിക്കൊന്നു. പുതുപ്പള്ളി മാങ്ങാനം സ്വദേശി ആദർശാണ് മരിച്ചത്. കേസിൽ കോട്ടയം നഗരസഭ മുൻ കൌൺസിലർ അനിൽകുമാറിനെയും മകൻ അഭിജിത്തിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി പോകുന്നത് ജോസി ബാബുവിലേക്കാണ്. ജോസി, ഒരു ക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നു. അതിലിപ്പോൾ കൌൺസിലറും അദ്ദേഹത്തിന്റെ മകനുമാണ് പ്രതികളായി വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഏതെങ്കിലും തർക്കത്തിന്റെ പേരിലുള്ള കൊലപാതകമാണോ? എന്ത് വിവരങ്ങൾ നൽകുന്നു പോലീസ്? ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവാതുക്കൽ കുമരകം റൂട്ടിൽ മാണിക്കുന്നം എന്ന സ്ഥലത്താണ് ഈ അരും കൊല നടന്നത്. കോൺഗ്രസിന്റെ മുൻ കൌൺസിലർ അനിൽകുമാർ, മകൻ അഭിജിത്ത് എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ വീടിന് മുന്നിലായിരുന്നു കൊലപാതകം നടന്നത്. അനിൽകുമാറിന്റെ വീട്ടിൽ ഈ കൊല്ലപ്പെട്ട ആദർശെത്തുകയും ഇവിടെ ചില സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് കൊല നടന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയം വെസ്റ്റ് പോലീസ് അനിൽകുമാറിനെയും മകൻ അഭിജിത്തിനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രധാനമായും ഈ അഭിജിത്തിന് ചില നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളാണ്. പ്രത്യേകിച്ച് ചില ലഹരി കേസുകൾ അടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട ആദർശം ഇത്തരത്തിൽ പല കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നാണ് പോലീസ് പറയുന്നത്. ഒരു ബൈക്ക് റെന്റിന് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം ഇവർ തമ്മിൽ നിലനിന്നിരുന്നു. ഇവരുടെ ഒരു പൊതു സുഹൃത്തിന്റെ ബൈക്ക് റെന്റിന് കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകളും അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും നിലനിന്നിരുന്നു. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ ആദർശ് ഇവിടെ എത്തുന്നത്. ആദർശ് അനിൽകുമാറിന്റെ മകൻ അഭിജിത്തുമായി സംസാരിക്കുകയും തുടർന്ന് ആ വിഷയത്തിൽ അനിൽകുമാറും ഒക്കെയും ഇടപെടുകയുമായിരുന്നു. ഉടൻ തന്നെ ഇവർ അടുക്കളയിലെത്തി കത്തിയെടുത്ത് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് തൊട്ട് സമീപത്തുള്ള വീടിനോട് ചേർന്നുള്ള ഒരു കുളത്തിൽ ഈ മൃതദേഹം തള്ളാനുള്ള ശ്രമവും നടന്നു. ഇതിനിടയിലാണ് രാവിലെ പുലർച്ചെ ജോലിക്ക് പോയ ആളുകളൊക്കെയും ഈ സംഭവം കണ്ടുപിടിയെത്തുകയും ആൾ കൂടുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്യുകയായിരുന്നു. വെസ്റ്റ് പോലീസ് എത്തി ഈ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും അനിൽകുമാർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കുകൊണ്ടുള്ള കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. അഭിജിത്താണ് കുത്തിയതെന്നുള്ള കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നടത്തുന്നുണ്ട്. അതേസമയം ഈ ദൃശ്യങ്ങളിലടക്കം അനിൽകുമാറിനെയും രക്തം ശരീരത്തിൽ പറ്റിയ നിലയിൽ കാണാം. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെയും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. എന്തായാലും ഒരു അരുൺകൊലയുടെ വാർത്ത കേട്ടാണെന്ന് കോട്ടയം നഗരം ഉണർന്നത്. കോട്ടയം നഗരത്തിന് ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അനിൽകുമാർ ജോസി, തിരിച്ചു വരാം. ഇപ്പോൾ അവിടെ ആ സംഭവ സ്ഥലത്ത് നാട്ടുകാരിൽ ഒരാളുടെ ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. നമുക്കൊന്ന് അതുകൂടെ കേൾക്കാം. 2:30-ക്കും 3 മണിക്കും ഇടയ്ക്കാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന അഭിജിത്തിന്റെ സുഹൃത്തായിട്ടുള്ള ആളാണ് പുതുപ്പള്ളി സ്വദേശി ആദർശ്. ഇരുചക്ര വാഹനം റെന്റിന് വെച്ച സംബന്ധിച്ച പണമിടപാടാണ് ഈ ഒരു വാക്കുതർക്കിൽ കലാശിച്ച് അവസാനം മരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 2:30 മണിയോടുകൂടി ഇവിടെ ഈ പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആദർശിനെ വിളിച്ചു വരുത്തുകയും അത് പണത്തിന്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടായിട്ട് വീടിനുള്ളിൽ നിന്ന് കരക്കത്തിയെടുത്ത് കുത്തിയെന്നാണ് പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. വെളുപ്പിനെ നടന്നുകൊണ്ട് നമ്മളാരും നേരിട്ട് കണ്ടല്ലോ. പക്ഷേ ഇവിടെ സമീപത്ത് വന്ന ശേഷം വെളുപ്പിന് 4:30-ക്ക് ശേഷം നമ്മൾ അറിഞ്ഞ സംഭവമാണ്. ഈ പയ്യൻ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന അഭിജിത്ത് നിരവധി കേസുകളിൽ നിലവിൽ പ്രതിയായിട്ടുള്ള ആളാണ്. രണ്ടുപേര് തമ്മിലുള്ള തർക്കങ്ങളാണ്. എന്തോ വണ്ടി പണയം വെച്ച തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റേ ആദർശ് എന്ന് പറഞ്ഞ പയ്യൻ ഇവിടെ വരികയും ഇങ്ങനെ ഉണ്ടായ വഴക്കിൻ്റെ ഭാഗമായി കത്തിക്ക് കുത്തുകയും ചെയ്തെന്നാണ് അറിയാൻ സാധിച്ചത്. നേരത്തെ തൊട്ടേ ക്രിമിനൽ പശ്ചാത്തലവും ഈ MDMA-യുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഇവിടെ നിരവധി പോലീസ് വരുന്ന ഒരു സ്ഥിതിയും കാര്യങ്ങളും നിരവധി കേസുമായി നമ്മൾ ഇതിലെ പോകുമ്പോൾ പോലീസ് വണ്ടി മിക്കവാറും ഇവിടെ കാണുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജോസി ബാബു തുടരുന്നുണ്ട്. ജോസി, ഇപ്പോൾ രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉണ്ടാവുക? ജിൽസി, കൊല്ലപ്പെട്ട ആദർശിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്. വിശദമായ അനിൽകുമാറിനെയും അഭിജിത്തിനെയും ഒപ്പം ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ അഭിജിത്തിനെ മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ അനിൽകുമാറിനെ പ്രതി ചേർക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാടിനെ ആകെ ഈ സംഭവം ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട
പൊതുപ്രവർത്തകൻ കോൺഗ്രസ് നേതാവായ അനിൽകുമാറിന്റെ വീട്ടിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അനിൽകുമാർ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള സംശയം പുറത്തു വരുന്നൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായും ഇതിലേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തവണ അനിൽകുമാർ ഇവിടെ നിന്നും കോൺഗ്രസിൽ നിന്നും വിട്ട് മറ്റൊരു ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായി നിന്ന് മത്സരിക്കാനുള്ള ശ്രമമൊക്കെയും നടത്തിയിരുന്നു. പക്ഷേ അത് നടന്നിരുന്നില്ല. അതിനിടെയാണ് ഇപ്പോൾ അനിൽകുമാറിന്റെ വീട്ടുമുറ്റത്ത് വെച്ച് അനിൽകുമാറിന്റെ മകൻ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അനിൽകുമാറിനെയും ഈ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കാണാവുന്നതുകൊണ്ട് അനിൽകുമാറിനെയും പ്രതി ചേർക്കാനുള്ള സാധ്യതയാണ് പോലീസ് കാണുന്നത്. എന്തായാലും ഈ പ്രതിയായ അഭിജിത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ലഹരി കേസുകളിലടക്കം പ്രതിയാണ്. ഈ ആദർശിനൊപ്പം ഇവിടെ കൊല്ലപ്പെട്ട ആദർശിനൊപ്പം എത്തിയ ആളെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റൊരാൾ കൂടി ആദർശിനൊപ്പം ഇവിടെ എത്തിയിരുന്നു. ഇവർ തമ്മിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകളുണ്ടോ, മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രാഥമികമായും വണ്ടി റെന്റിന് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക തർക്കം എന്ന നിലയിലാണ് പോലീസ് ഇപ്പോൾ കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അല്പസമയത്തിനകം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇരുവരെ ആവശ്യമെങ്കിൽ രണ്ടുപേരെയും ചേർത്ത് പ്രതി ചേർത്തുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.